നമസ്തേ. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും, തകർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏവരുടെയും ജീവിതത്തിലുണ്ടാകും. എത്ര വലിയ ധനാഢ്യൻ്റെ ആണെങ്കിലും, എത്ര ദരിദ്രൻ്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും. അങ്ങനെ തളർന്നു പോകും, തകർന്നു പോകുമെന്നുള്ള അന്തരീക്ഷം എത്തുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിൽ, കൈപിടിച്ചു ഉയർത്തത്തക്ക രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്തപ്പെടും. ഒരുപക്ഷെ അത്ഭുതമായിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് മറ്റു പല സാധ്യതകളും അത്തരം വ്യക്തിത്വങ്ങൾ തുറന്നിട്ട് തരും. അതുവരെ നമ്മൾ ചിന്തിക്കാത്തതും ഒരുപക്ഷെ നമ്മുടെ കഴിവിനെപ്പറ്റി അന്ന് വരെ നമ്മൾ അറിയാത്തതുമായ പല അറിവുകളും അവർ നമ്മിൽ ഓർമ്മപ്പെടുത്തും. അത് നമ്മൾക്ക് അളവറ്റ ആത്മവിശ്വാസവും പ്രചോദനത്തെയും നൽകും. ഉദാഹരണത്തിന് 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഏവരുമെങ്കിൽ ടീച്ചറിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മറിച്ച് 40-ൽ 10 കുട്ടികൾ പഠിക്കുകയും 30 കുട്ടികൾ പഠിക്കുവാൻ താല്പര്യമില്ലാത്തവർ, അതായത് ഉഴപ്പുന്നവർ, അലസന്മാരാണെങ്കിൽ അത് ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉത്തമയായ ഒരു ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മിടുക്കുള്ളവരെ കൂടുതൽ മികവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യമില്ലാത്തവരെ, അലസന്മാരായിട്ടുള്ളവരെ ശ്രമകരമായ തലത്തിലേക്ക് എത്തിക്കുക, താല്പര്യമുള്ള തലത്തിലേക്ക് എത്തിക്കുക, അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ ഉജ്ജ്വലകരമായ വഴിയെ തുറന്നിട്ട് കൊടുക്കുക. നിന്നാൽ കഴിയും, നിന്നാൽ കഴിയും, നിന്നാൽ കഴിയുമെന്ന് ഉത്തേജിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. എനിക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച പലരും അധ്യാപകന്മാരുടെ നിരന്തരമുള്ള സ്നേഹമിശ്രണമായ ഉപദേശം, അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരാളോട് ഉപദേശം കൊടുക്കുമ്പോൾ കമാൻഡിങ്ങായി കൊടുക്കുന്നതും സ്നേഹത്തോടു കൂടി പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി നിന്ന് അവരത് ശ്രമിക്കും. മറിച്ച് ഉത്തരവിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അത് വലിയ താല്പര്യമൊന്നും എടുക്കില്ല. ഒരുപക്ഷെ ഉദ്ദേശിച്ച ഫലത്തെ ലഭ്യമാക്കുകയും ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കുന്നതിൽ പലരുടെയും സാന്നിധ്യം തീർച്ചയായും അല്ലെങ്കിൽ പലപ്പോഴായും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകും. ലോകത്തിലെ തന്നെ പ്രഗത്ഭന്മാരായ മോട്ടിവേറ്റർമാർ ഒരു മണിക്കൂറിന് $500 അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ, 5,000 രൂപ ഇത്യാദി തുകയിൽ വാങ്ങുന്നവർ അനവധികളായിട്ടുണ്ട്. ഭാരതത്തിലുമുണ്ട്, ഭാരതത്തിന് പുറത്തുമുണ്ട്. അപ്പോൾ ഇവരെ എന്തിനാണ് ഇത്രയും തുക കൊടുത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. അത് ശ്രമിക്കുന്നവർ അത്ഭുതമൊന്നും പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രജാലമൊന്നും ചെയ്യുന്നില്ല, സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തതും അറിയപ്പെടാതിരുന്നതും എന്നാൽ അവരിൽ തന്നെ അന്തർലീനമായിരുന്നതുമായ അനിയന്ത്രിതമായ സാധ്യതകളെയാണ് ആ മോട്ടിവേറ്റർ അവരുടെ മുമ്പിലേക്ക് തുറന്നിടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേറ്റർ ആരാണ്?